ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനായിരുന്നു കൊല്ലം സുധി. അപ്പോൾ അദ്ദേഹം മരിച്ച വിവരം, അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു, അദ്ദേഹത്തിൻ്റെ 2 മക്കള്, അതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൊല്ലം സുധി മരിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കുടുംബത്തിലെ യഥാർത്ഥ, അതായത് അവർ എത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം കുറേ ആൾക്കാരൊക്കെ കൂടി ചേർന്നിട്ട് അവർക്കൊരു വീടൊക്കെ വെച്ച് നൽകി. അപ്പോൾ ഈ രേണുവിനെ നമ്മൾ ഒരുപാട് കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് എന്ന് കരുതിയിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ഭർത്താവ് മരിച്ചു പോയെന്ന് പറഞ്ഞ് എപ്പോഴും കരഞ്ഞു ഒരിടത്ത് ഇരിക്കണമെന്നില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് വരുമാനം വേണം. അപ്പോൾ അവർക്ക് അറിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്ന നാടകങ്ങളിലൊക്കെ അഭിനയിക്കുക, അതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്, അതിലൊന്നും നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം ചെയ്തൊരു പ്രവൃത്തി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടെ അവരെ വെറുത്തു എന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ 1-2 വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഈ ഒരു പോസ്റ്റ് അവർ ഇട്ട അന്ന് തന്നെ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇവർ സത്യം പറഞ്ഞാൽ ഇതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. അതായത് ആ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം ഇവിടെ, അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. പക്ഷെ ഇവർ അതിൻ്റെ അടിയിൽ കൊടുത്തിരുന്ന ഒരു ക്യാപ്ഷൻ, ആ ഒരു ക്യാപ്ഷനാണ് നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ടുള്ള ഒരു ക്യാപ്ഷൻ. അതായത് അവർക്ക് ഓൾറെഡി അതൊരു ഫോട്ടോഷൂട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അതിൻ്റെ ക്യാപ്ഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് കാണുന്നവരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണം, അത് ഒരു നെഗറ്റീവിലൂടെ ഒരു റീച്ച് ഉണ്ടാക്കുക, അത് തന്നെയാണ് ഇവരുടെ മെയിൻ ഒരു ഉദ്ദേശം. അതിൻ്റെ ഒരു ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ച് രാജകുമാരന്റെ കൈകളിലേക്ക് പിറന്നിറങ്ങിയ മാലാഖ, ഇനി അവൾ സുരക്ഷിതയായി എന്നോടൊപ്പം ഇരിക്കട്ടെ. ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും അറിയാം. ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്ന് എല്ലാവർക്കും 1000 നന്ദി. ഇനി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ അധികം ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല. കാരണം ഈ ഒരു രീതിയിൽ ആൾക്കാരെ പറ്റിക്കാൻ നോക്കിയില്ല. ഇവർക്ക് ഫോട്ടോഷൂട്ട് ആണെങ്കിൽ അത് ഫോട്ടോഷൂട്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവർ കല്യാണം കഴിച്ചാലും ആർക്കും എതിർപ്പില്ല, അല്ലെ ഇവർ എന്ത് പക്ഷെ ഇവർ ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാപ്ഷനാണ്. ഞാൻ ആദ്യം സത്യം പറഞ്ഞ ഈ ഒരു ഫോട്ടോയും ഇതിന്റെ ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും അവർ കല്യാണം കഴിച്ചെങ്കിൽ എന്താ പ്രശ്നം? നല്ല കാര്യമാണ്, അവർക്കൊരു ജീവിതം വേണം, അവർക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല, ഇനി മുന്നോട്ടും ജീവിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അവർ കല്യാണം കഴിച്ചെന്ന് ഓർത്ത് അത് വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ആദ്യം ഞാനും ഓർത്ത് ആ കല്യാണം കഴിഞ്ഞു. പക്ഷെ പിന്നീട് ഇവരുടെ ഈ ഒരു ക്യാപ്ഷനും അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് മനസ്സിലായി ഇത് കല്യാണം ഒന്നുമല്ല, ഇത് സംഭവം ഫോട്ടോഷൂട്ടാണ്. പക്ഷെ ഇത് കാണുന്നവരെ ഒന്ന് മണ്ടന്മാരാക്കുക, എന്നിട്ടൊന്ന് ഒരു നെഗറ്റീവ് സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് വിവാദമാക്കണം, അതിലൂടെ റീച്ച് ഉണ്ടാക്കണം. ഇപ്പം ഇവരുടെ ഏതോ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട്, ഇതുവരെ അത് വന്നിട്ടില്ല. ഇപ്പം 2-3 ദിവസമായി ഇന്റർവ്യൂ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മളെല്ലാവരും കാണണം, കണ്ടാലേ അത് സത്യം ശരിക്കും ഇവർ കല്യാണം കഴിഞ്ഞാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഇവർ ഫോട്ടോഷൂട്ട് ചെയ്തതാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇതിലിപ്പം രേണുവിനെ കൂടെ നിൽക്കുന്ന ആ ഒരു പുള്ളിയുടെ പേര് എന്ന് പറയുന്നത് ഡോക്ടർ ഗോപിനാഥൻ എന്ന് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പുള്ളി ഇതിനു മുന്നേയും ഇതേ രീതിയിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മനുഷ്യർ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ അല്ലെ ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്ന എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? ഓൾറെഡി രേണുവിന് ഒരുപാട് നെഗറ്റീവുകൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. കാരണം അവരുടെ ഈ കഴിഞ്ഞ ഇടയിൽ ഒരു റീൽസ് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരനായിട്ട് നമ്മുടെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെഗറ്റീവും ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് മുന്നേയൊക്കെ രേണു ചെയ്തുകൊണ്ടിരുന്ന കൊല്ലം സുധിയുടെ പേര് പറഞ്ഞിട്ട് ഒരുപാട് ഇന്റർവ്യൂകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിലെല്ലാം വന്നിരുന്നിട്ട് സുധിച്ചേട്ടൻ ഇങ്ങനെയായിരുന്നു അങ്ങനെ ഇന്റർവ്യൂ ആയിരുന്നു. ഇപ്പം നേരെ തിരിഞ്ഞു. കാരണം അവർക്ക് അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്ന അഭിനയമാണ്. അപ്പം നാടകങ്ങളിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ നാടകങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം അവർക്കതൊരു വരുമാനമാണ്, അവർക്ക് മുന്നോട്ട് ജീവിക്കണം, 2 മക്കളുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതിലൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല. അവർ ആ ഒരു രീതി ജീവിച്ചിട്ട്. പക്ഷെ എന്തിനാണ് ഇങ്ങനെ അവരെ ഇഷ്ടപ്പെടുന്ന അല്ലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ മണ്ടന്മാരാക്കുന്ന രീതിയിൽ ഇവർ ഈ ഒരു ഫോട്ടോഷൂട്ട്, അതായത് ഈ ഒരു ബ്രൈഡൽ ഫോട്ടോഷൂട്ടിനെ താഴെ കൊടുത്ത ഈ ഒരു ക്യാപ്ഷൻ അതെന്തിൻ്റെ പേരിലായിരുന്നു? അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല, ഒന്ന് വൈറലാകണം, ആൾക്കാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണം,
അതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു. എന്തായാലും കഷ്ടം തോന്നുവാണ് ഈ ഒരു ഇവരെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു തോന്നുന്നു. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും ഇവർ ഈ ചെയ്ത പ്രവൃത്തിയെ വിമർശിച്ച് തന്നെയാണ് രംഗത്ത് വരുന്നത്. ഒരു ആൾക്കാർ പോലും ഇവർ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയുന്നില്ല. ഇവർ ഫോട്ടോഷൂട്ട് ചെയ്തോട്ടെ അല്ലെ കല്യാണം കഴിച്ചോട്ടെ, അതിലൊന്നും ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പക്ഷേ കാര്യം സത്യസന്ധമായിട്ട് എന്താണെന്നുള്ളത് എഴുതണമായിരുന്നു. ഇതിപ്പോൾ ആ ഒരു ഫോട്ടോയുടെ താഴെ ഇവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷനാണ് എല്ലാവരെയും കുഴപ്പിച്ചത്. അപ്പം എന്തായാലും കൊള്ളാം, നന്നായി. ഇങ്ങനെ ഒരു ഇവരുടെ ഈ ഒരു കുബുത്തി കൊണ്ട് കുറേ അധികം ആൾക്കാർ ഇവരെ വെറുത്തു, അതിൽ സംശയമൊന്നുമില്ല. കുറച്ചുകൂടെ നെഗറ്റീവ് കൂടി എന്നല്ലാതെ വലിയ പ്രയോജനമുണ്ട്. പിന്നെ ഇവർക്ക് വേണ്ടത് അതുമാണ്, ഇവർക്ക് അത് തന്നെയാണ് വേണ്ടത്. ഇവർക്ക് നെഗറ്റീവ് വരുമ്പോൾ ഇവർ നല്ല റീച്ചിലേക്ക് പോകും. എന്തായാലും കഷ്ടമാണല്ലേ ആ കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരന്റെ പേര് തന്നെ കളയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ ഇവരെ ഇത്രത്തോളം ഒരു വിമർശിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയെ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇവരെന്തിനാണ് അങ്ങനെ ചെയ്തത്, എന്തിനാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ വരെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇവരിങ്ങനെ ഒരു പരിപാടി ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലാന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ താഴെ സത്യസന്ധമായിട്ട് ഇതൊരു ഫോട്ടോഷൂട്ടാണ് അല്ലെ അങ്ങനെയുള്ള രീതിയിലുള്ള ക്യാപ്ഷൻസ് കൊടുക്കുക. ഇത് റീൽസിന്റെ രാജകുമാരിയും എന്തൊക്കെയോ രാജകുമാരനും കൂടെ ഒരുമിക്കുന്നു അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിശ്വസിച്ച് ഇവരുടെ കൂടെ നിന്നവരെ വരെ ഇവർ ചതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി. എന്തായാലും കഷ്ടം തന്നെ. ഇതിനു മുന്നേ ഇവർ കൊല്ലം സുധിയുടെ പേര് പറഞ്ഞ ഒരുപാട് ചാനലുകളിൽ വന്ന് ഇന്റർവ്യൂയുടെ പേരിൽ നമ്മളെയൊക്കെ വെറുപ്പിച്ചിട്ടുള്ള. അപ്പോഴും നമ്മൾ ആരും ഇവർക്കെതിരായിട്ട് മോശമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവരുടെ അവസ്ഥ അതാണ്. അവരുടെ ഭർത്താവ് പ്രതീക്ഷിക്കാതെ ഒരു അപകടം ഉണ്ടാവുന്നു, മരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമല്ല. ഇപ്പം ഇവർ മെയിനായിട്ട് ഈ നെഗറ്റീവിലൂടെ അവർക്ക് റീച്ച് ഉണ്ടാക്കുക. എന്തായാലും കഷ്ടം തന്നെയാണ്. ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പേ, അവർ ഇഷ്ടപ്പെട്ടവരും കൂടെ വെറുത്തു. കാരണം ഇവരുടെ ഇപ്പം ഇൻസ്റ്റയിലുള്ള റീൽസിനൊക്കെ താഴെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ ഇതവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. കാരണം ഇതവർ ചോദിച്ച് വാങ്ങിയതാണ്. ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ ആ ഒരു റീൽസ്, അതായത് മറ്റേ ദാസേട്ടനുമായിട്ടുള്ള ആ ഒരു റീല് ഇറങ്ങിയപ്പോഴും ഇവരെ ഒരുപാട് നെഗറ്റീവ് ഇവർക്ക് വന്നെങ്കിലും ഒരുപാട് ആൾക്കാർ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു റീൽസ്. കാരണം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് സപ്പോർട്ട് കിട്ടിയതാ. പക്ഷെ ഈ ഒരു സംഭവം കൊണ്ട് ഇവരുടെ ഉള്ള സപ്പോർട്ടും കൂടി പോയി എന്ന് വേണം പറയാൻ. ഇപ്പൊ ഇവർക്ക് സപ്പോർട്ട് പോയെന്നോർത്ത് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവരെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാണ് അവർ നടക്കുന്നത്. എന്തായാലും കഷ്ടം തന്നെ. ഇമ്മാതിരി ഒരു നാടകം കാണിച്ച് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയത് കഷ്ടം തന്നെ.